വ്യവസായി മുഹമ്മദ് ആട്ടൂർ തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇന്ന് ആരംഭിക്കും. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് സംഘത്തിനാണ് അന്വേഷണ ചുമതല. ദീപക് തർമ്മണം കോഴിക്കോട് നിന്നും ടെലിഫോണിലുണ്ട്. ഗുഡ് മോർണിംഗ് ദീപക്, വിശദാംശങ്ങൾ പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ വളരെ നിർണായകമായ ചില കണ്ടെത്തലുകൾ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. മലപ്പുറം SP എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കണ്ടെത്തിയത്. ആ ഘട്ടത്തിൽ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടു. ആ സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. അതായത് CBI അന്വേഷണം ആവശ്യപ്പെട്ട് അതിന് നിർദ്ദേശിച്ചുകൊണ്ട് ആദ്യത്തെ പ്രത്യേക അന്വേഷണ സംഘ തലവൻ നൽകി. അതിനുശേഷം ക്രൈംബ്രാഞ്ച് ഇന്ന് അന്വേഷണം ഔദ്യോഗികമായി ഏറ്റെടുക്കുകയാണ്. CD ഫയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നാളെ മുതൽ ശക്തമായ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കും. ഏതായാലും ക്രൈംബ്രാഞ്ച് IG പ്രകാശിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ പ്രേം ആണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN വളരെ നിർണായകമായ ചില വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘത്തെ മാറ്റം വേണമെന്നുള്ള രീതിയിൽ CBIക്ക് വിടണമെന്നുള്ള രീതിയിൽ തീരുമാനം ഉണ്ടായത്. പക്ഷേ എന്നാൽ CBIക്ക് വിട്ടിട്ടില്ല. DGP ആ കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന് വിടാനാണ്. അതായത് സംസ്ഥാന പോലീസിന്റെ കീഴിലെ ക്രൈംബ്രാഞ്ച് ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഔദ്യോഗികമായി കേസ് ഇന്ന് ഏറ്റെടുക്കും. ഇതിൽ ചില നിർണായകമായ വിവരങ്ങൾ ഇതിനകം തന്നെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഓക്കെ, ദീപക് തർമ്മണമാണ് ടെലിഫോൺ ഉണ്ടായിരുന്നത്.